ഹലോ, നമസ്കാരം കൂട്ടുകാരെ. GK PYQ സീരീസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ആരാണ്? പയ്യന്നൂർ സമ്മേളനം, 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഓർത്തിരിക്കുക. 1ാം കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനം നടന്നത് 1921. 1ാം കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനം നടന്നത് 1921. അതായത് 1ാം KPCC സമ്മേളനം. എന്താണ് 1ാം കേരള പ്രദേശ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ? 1ാം KPCC സമ്മേളനം നടന്നത് 1921. അഖില കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വേദി ഒറ്റപ്പാലമായിരുന്നു. 1ാം KPCCയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു? ഒറ്റപ്പാലം. വർഷം 1921. 1ാം അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശമായിരുന്നു. ഈ ആദ്യത്തെ KPCCയുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശമായിരുന്നു. 1923 2ാം KPCC സമ്മേളനത്തിൻ്റെ വേദി പാലക്കാട് വെച്ചായിരുന്നു. 1923 2ാം KPCCയുടെ സമ്മേളനത്തിൻ്റെ വേദി ഏതായിരുന്നു? പാലക്കാട്. 1923 കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു. 1923 2ാം KPCCയുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. INCയുടെ മഞ്ചേരി സമ്മേളനം നടന്നത് 1920. INCയുടെ മഞ്ചേരി സമ്മേളനം 1920. KPCCയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു K മാധവൻ നായർ. KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? K മാധവൻ നായരായിരുന്നു. KPCCയുടെ ആദ്യ ജോയിൻറ്റ് സെക്രട്ടറി U ഗോപാലമേനോൻ. ആരാണ്? U ഗോപാലമേനോനാണ് KPCCയുടെ ആദ്യ ജോയിൻറ്റ് സെക്രട്ടറി. 1938 KPCCയുടെ ആദ്യ സെക്രട്ടറി എന്നല്ല, 1938 KPCCയുടെ സെക്രട്ടറി ആയിരുന്നു ആര്? EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ക്ലിയർ ആയി എന്ന് തന്നെ കരുതുവാണ്. എന്താണ്? ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. 1ാം കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനം, അതായത് 1ാം KPCCയുടെ സമ്മേളനം നടന്നത് 1921. വേദി ഒറ്റപ്പാലം, അധ്യക്ഷൻ ടി പ്രകാശം. 2ാം KPCC സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ്. അധ്യക്ഷ സരോജിനി നായിഡു, 1923. അടുത്ത INCയുടെ മഞ്ചേരി സമ്മേളനം നടന്നത് 1920. ഈ KPCCയുടെ ആദ്യ ജോയിൻറ്റ് സെക്രട്ടറി ആരായിരുന്നു? ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? K മാധവൻ നായർ. ജോയിൻറ്റ് സെക്രട്ടറി ആണെങ്കിലോ U ഗോപാലമേനോൻ. ഓക്കെ, 1938 KPCCയുടെ സെക്രട്ടറി ആയിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് 1955. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് 1955. സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. വർഷം 1966 ജനുവരി 10. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടനവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. വർഷം 1966 ജനുവരി 10. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുയർത്തിയ പ്രധാനമന്ത്രിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുയർത്തിയ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. വിദേശത്ത് വെച്ച് അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. വിദേശത്ത് വെച്ച് അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി.
തഷ്കൻഡിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. 1966 ജനുവരി 11. തഷ്കൻഡിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് 1966 ജനുവരി 11. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ടാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സർവോദയ നേതാവാണ് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഈ സമുന്നത നേതാവ് മാതൃഭൂമി പത്രത്തിലെ പത്രാധിപനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എന്താണ്? കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സമുന്നത നേതാവാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി 32 അംഗങ്ങളാണ് ഈ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ആര്? കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളി കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളി കൂടിയാണ് ആര്? കെ കേളപ്പൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് 1955. സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി 1966 ജനുവരി 10. 1966 ജനുവരി 11 വിദേശത്ത് വെച്ച്, അതായത് തഷ്കൻഡിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ടാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സർവോദയ നേതാവാണ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഈ സമുന്നത നേതാവ് മാതൃഭൂമി പത്രത്തിൻ്റെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് ആര്? കെ കേളപ്പൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 32. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളി കൂടിയാണ് ആര്? കെ കേളപ്പൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ കൂട്ടുകാരെ, ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് തന്നെ കരുതുവാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്